ഒരു കാര്യം ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് അറിയാവുന്ന സത്യം ഞാൻ നിങ്ങളോടും പറയാം. വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും 24 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾക്ക് പിശാചിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ സാധിക്കുമെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ അവന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഈ 24 മണിക്കൂറിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കണ്ടിന്യൂ ഫോർ ദ നെക്സ്റ്റ് 24 hours. ഇതൊരു വലിയ മിഷനാണ്. ആ മിഷന്റെ റിസൾട്ട് എന്താണെന്നറിയോ? അറിയണോ? ഒരു 100 വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തും. മുംബൈ കല്യാൺ രൂപതയിലെ മാതൃസംഘത്തെ ഇതാ ഞാൻ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുന്നു. അങ്ങനെ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും കോഴിക്കോടും ഒക്കെ നിങ്ങളുടെ സ്റ്റാച്ചു ഒക്കെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ മാതാവിന്റെ സ്തോത്രഗീതത്തിൽ പറയണ പോലെ തലമുറകൾ തോറും അയ്യോ ഞങ്ങൾക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഒരു റോസമ്മ അമ്മച്ചി പണ്ട് മാതൃസംഘത്തിന്റെ പ്രവർത്തകയായിരുന്നു, ഇന്ന് അമ്മച്ചി വിശുദ്ധയാണെന്നൊക്കെ കൊച്ചുമക്കളോട് ജാടയിട്ട് പറയുന്ന വരും തലമുറയിലെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണണ്ടേ? ഇല്ലേ? പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ആദ്യം ചേട്ടനെ വിശുദ്ധനാക്കാൻ നോക്കുക. എൻ്റെ പൊന്നമ്മച്ചിമാരെ, ചേട്ടന്റെ വഴിക്ക് വിട്. ചേട്ടന്റെ കാര്യം തമ്പുരാൻ നോക്കിക്കോളൂ. നമുക്ക് ആദ്യം വിശുദ്ധിയിലേക്ക് കിടക്കാം. നമ്മുടെ വിശുദ്ധി കാണുന്ന, നമ്മുടെ ജീവിതം കാണുന്ന, നമ്മുടെ സംസാരം കാണുന്ന, നമ്മുടെ സ്വഭാവം കാണുന്ന, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്ന രീതി, നമ്മൾ മക്കളെ വളർത്തുന്ന രീതി, നമ്മുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങളോടും അവൻ്റെ കുടുംബത്തിനോടും പെരുമാറുന്ന രീതിയൊക്കെ കാണുന്ന നമ്മുടെ ഭർത്താവ് ലജ്ജിച്ച് തല താഴ്ത്തണം. അവൻ പറയണം, എൻ്റെ ഭാര്യയുടെ ജീവിത വിശുദ്ധിയുടെ 10-1 പോലും എനിക്കില്ലല്ലോ എന്ന് പറയണം. അതല്ലാതെ നമ്മൾ പുള്ളിയെ പിടിച്ച് വിശുദ്ധനാക്കാൻ നോക്കരുത്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്ത് വന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ സാറിൻ്റെ ടോക്ക് കേട്ടപ്പം അതൊക്കെ ആവിയായിപ്പോയി. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുക. ഞാൻ സാറ് പറഞ്ഞ മുഴുവൻ ടോക്ക് കേട്ടു. ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ സാറിൻ്റെ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു, ക്രിസ്തുവാണ് എൻ്റെ ലഹരി. ഈ ഈശോയെ ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഒരു സൈഡിൽ കൂടെ അതിന് പാരലായിട്ട് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലും അവിടെയും നല്ല കരിഷ്മാറ്റിക് ആയിട്ട് ഈ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് അവിടെയും പോകുന്നു. അപ്പോൾ ഈശോയെയും പിടിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കുന്നു, ആ ഒരു കരിയറും ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നു. അങ്ങയുടെ ജീവിതത്തിന് എന്താണ് ഒരു റോൾ മോഡലായിട്ട് ആരാ വന്നത്? ഇങ്ങനെ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകാനായിട്ട് എന്താണ് ഒരു ഇൻസ്പിറേഷൻ ആയത്? വാട്ട് വാസ് യുവർ ട്രാൻസിഷൻ ഇൻ ടു ദിസ് ലൈഫ് വിത്ത് ജീസസ്? ഷെറിൻ പറഞ്ഞത് ഒരു ദിവസം മുഴുവൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് സംസാരിക്കാം. എൻ്റെ ചാച്ചനൊരു സ്കൂൾ അധ്യാപകന്. ഈ അധ്യാപകരുടെ മക്കൾക്കൊരു വിധിയുണ്ട്. നിങ്ങൾക്കറിയോ എന്താന്ന്? നിങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടോ ആരെങ്കിലും? ഇഷ്ടംപോലെ ടീച്ചേഴ്സില്ലേ? ടീച്ചേഴ്സിൻ്റെ മക്കൾ ഉപദേശം കേട്ട് മരിച്ചു പോയിട്ടുണ്ടാവും ഓൾറെഡി. ഒരു 10-25 വയസ്സാകുമ്പോഴേക്കും അവൻ ഓൾറെഡി ഡെഡ് ബോഡി ആയിരിക്കും. ഇതുപോലെ ഉപദേശം കൊടുക്കുന്ന ഈ ടീച്ചർമാരുടെ മകൻ തന്നെ ഞാൻ. പക്ഷേ ഈ ഉപദേശത്തിൻ്റെ ഇടയിലെല്ലാം ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരും, വ്യക്തമായി പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയും? നിങ്ങളെ പച്ച മലയാളത്തിലാണ് പറയണത്. എൻ്റെ അപ്പനൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ഉത്തരത്തിലിരിക്കണത് എടുക്കണമെങ്കിൽ മിടുക്കുകളാണല്ലോ. കക്ഷത്തിലിരിക്കുന്നത് വിട്ടുകൊടുക്കാതെ ഉത്തരത്തിലിരിക്കുന്നവർ പിടിച്ചവരാരുമില്ല. നിങ്ങൾ ജീവിത വിജയം നേടി എന്ന് നിങ്ങൾ കരുതുന്ന എല്ലാവരും അവരവരുടെ കക്ഷത്തിൻ്റെ ഉള്ളിൽ അവർ ഹോൾഡ് ചെയ്തിരുന്ന പല സമ്പാദ്യങ്ങളും അവനു വേണ്ടി, ഉയരത്തിലിരിക്കുന്നതിനു വേണ്ടി വിട്ടുകൊടുത്തവർക്ക് മാത്രമേ ഉയരത്തിലിരിക്കുന്നത് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കിട്ടൂ. അല്ലാതെ കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങനെ എടുക്കാവുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ 2 കൈയും ഉയർത്തി അവിടെ നിന്ന് അത് നേടണം. അത് നേടിക്കഴിഞ്ഞാൽ അതാണ് പിന്നെ പവർ. എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ, ഏറ്റവും വലിയ കുരുത്തക്കേടുകൾ കാണിച്ച് ഏറ്റവും വലിയ അലമ്പിലൂടെ നടന്നിരുന്ന ഫ്രാൻസിസ് അസീസി. ഞാൻ ജീവചരിത്രം ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്.
ബിഷപ്പിൻ്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വേണ്ടി വരുന്ന സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും എൻ്റെയാണെന്ന് പറഞ്ഞപ്പോൾ അതുൾപ്പെടെ അഴിച്ച് പിതാവിൽ നിന്നും വിട്ട് സ്വന്തം വഴിവെട്ടി രണ്ടാം ക്രിസ്തുവായി മാറിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ക്രിസ്തുവിനോളം പോകുന്നൊരു ലഹരിയില്ല. യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് ആൻഡ് ജോയ്, ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. നമ്മൾ ഈ കാണുന്നത് മുഴുവൻ സന്തോഷമാണ്. ആനന്ദം അനുഭവിക്കണം. ആനന്ദം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അറിയണം. അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു സന്തോഷം, അതിരറ്റ ആഹ്ലാദം നമ്മളിലേക്ക് കടന്നു വരും. അത് പിന്നെ നമ്മളിൽ നിന്ന് അത് ആരും എടുത്ത് കളയില്ല. അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുകവലിയോ മദ്യപാനമോ ഒക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു വലിയ ധൈര്യം നമുക്ക് കിട്ടും. ഏതെങ്കിലും മക്കളൊക്കെ ലഹരിക്ക് അടിമകളായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ വ്യക്തിയെ ഒരിക്കലും മുറിപ്പെടുത്താതെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം അവനിലേക്ക് വചനം കൊടുത്തുകൊണ്ടിരിക്കുക. വചനം ചിലപ്പോൾ നമ്മളെ തിരിച്ച് അവനെ ആക്രമിക്കുന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുമെങ്കിലും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, വചനം ആഴത്തിൽ അവനിൽ വർക്ക് ചെയ്യും. അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ അവന് വചനം കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ത്രൂ ഔട്ട് ഷാലോം TV ഓൺ ചെയ്ത് വെച്ചിരിക്കുക. വചനം ആ വീടിൻ്റെ അതിരുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്, ഞങ്ങൾ അളിയനും മക്കളുമൊക്കെ ഉണ്ട്. ഞങ്ങൾ കുടുംബ കൂട്ടായ്മയിൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. വർഷത്തിൽ ഒരു തവണ ഒക്ടോബർ മാസം ഞങ്ങളെല്ലാവരും എവിടെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഞങ്ങളുടെ സഹോദരങ്ങളുടെ അപ്പനമ്മയുടെ സഹോദരങ്ങളുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലും ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി കാലത്തെ മുതൽ രാത്രി വരെ ഒരു റൂമിൽ അലങ്കരിച്ച ബൈബിളൊക്കെ വെച്ച് ഞങ്ങൾ അഖണ്ഡ ബൈബിൾ പാരായണം എല്ലാ വർഷവും. ഇതിപ്പോൾ ഞങ്ങൾ 8ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 8-9ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു മുറിയിൽ ത്രൂ ഔട്ട് വചനം വായിച്ചുകൊണ്ടിരിക്കും. ആ വിശുദ്ധ നമ്മുടെ ക്രിസ്തുവിൻ്റെ രൂപം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഹാളിൽ എല്ലാവരും കണ്ടിന്യൂസ്ലി ജപമാലയും കുരിശിൻ്റെ വഴിയും കരുണക്കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും. വചനം വായിക്കുന്ന വ്യക്തിയും തൊട്ടുമുന്നേ വായിച്ച വ്യക്തിയും ഇനി വായിക്കുന്ന വ്യക്തിയും അല്ലാതെ ആ മുറിയിൽ വേറെ ആരും ഉണ്ടാവില്ല. ആ ഒരു ശക്തി ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ കുടുംബത്തിലെ സഹോദരങ്ങളുടെ എല്ലാവരുടെ വീട്ടിലേക്കും മാറി 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 10 മക്കളുണ്ട് അമ്മയുടെ വീട്ടിൽ. അപ്പോൾ ഓരോ വീടുകളിലും ചാൻസ് കിട്ടണമെങ്കിൽ ഒരു വർഷം കഴിയും. ഓരോ പ്രാവശ്യവും നമ്മുടെ വികാരിച്ചനൊക്കെ കടന്നു വന്നിട്ട് പറയും, ഷോ എത്ര മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, എന്തുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് ആയിക്കൂടാ? ഞാൻ ഇന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ ഭവനത്തിൽ ഒരു അഖണ്ഡ ബൈബിൾ പാരായണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. മുഴുവൻ ബൈബിൾ വായിച്ച് തീർക്കുക. മുഴുവൻ ബൈബിൾ വായിക്കാൻ നമുക്ക് കണ്ടിന്യൂസ്ലി പോയാൽ 90 മണിക്കൂർ വേണം. അത് പുതിയ നിയമമെങ്കിലും വായിക്കുക, സുവിശേഷമെങ്കിലും വായിക്കുക, സങ്കീർത്തനമെങ്കിലും വായിക്കുക. അങ്ങനെ ഭവനത്തിൻ്റെ അതിരുകളിൽ വചനം നിറയ്ക്കുക. അതാണ് പരിശുദ്ധ അമ്മ അന്ന് കണ്ടത്. അവിടെ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള കൽഭരണികൾ ഉണ്ടായിരുന്നു. അവിടെ വക്കോളം നിറയുവോളം ജലം നിറയ്ക്കുക, വെള്ളം നിറയ്ക്കുക. വചനത്തെ ജീവജലമായിട്ട് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ സംഭവിച്ച ട്രാൻസിഷൻ വെള്ളം വീഞ്ഞായി മാറുന്നത് പോലെ ആ ഭവനത്തിൽ നിറയുന്ന വചനം പരിശുദ്ധാത്മാവായി രൂപപ്പെടും. ഇറ്റ്സ് എ മിസ്റ്ററി. ഓരോ കത്തോലിക്കിൻ്റെയും ശരീരമാകുന്ന ദേവാലയത്തിൽ അവൻ്റെ കലവറയിലെ ദാരിദ്ര്യം തിരിച്ചറിയുന്ന അമ്മ പറയും, ഈശോയോട് പറയും, ദേ സിജോയ്ക്ക് പരിശുദ്ധാത്മാവ് ഇല്ല. എനിക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് തിരിച്ചറിയുന്ന കർത്താവ് എൻ്റെ പരിചാരകരായ എൻ്റെ ഇന്ദ്രിയങ്ങളോട് കൽപ്പിക്കും. എനിക്ക് വേണ്ടി കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന എൻ്റെ ഇന്ദ്രിയങ്ങളോട് അവൻ കൽപ്പിക്കും. എന്താ അവൻ പറഞ്ഞത്? ഒരൊറ്റ കാര്യമുള്ളൂ. വിശുദ്ധ സ്നാപ യോഹന്നാനും തമ്പുരാനും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞത് ഒരൊറ്റ കാര്യമുള്ളൂ, റിപ്പന്റ്, ദ കിങ്ഡം ഹാസ് കം. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കാരണം പരിശുദ്ധ അമ്മ ആ പരിചാരകരോട് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവാനാണ്. എൻ്റെ ഇന്ദ്രിയങ്ങൾ എൻ്റെ നാഥൻ്റെ മുന്നിലേക്ക് തുറന്നു കൊടുക്കുന്ന സമയം ഞാൻ
ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിറയുകയും ആ നിറയുന്ന വചനം പരിശുദ്ധാത്മാവായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. അവിടം കൊണ്ട് ഈ മിസ്റ്ററി തീർന്നില്ല. ഇത് സ്വർഗത്തിൽ മണവാളനെ കണ്ടെത്തുന്ന നിമിഷം നമ്മുടെ ആത്മാവ് അവനോട് ചോദിക്കുന്നൊരു ചോദ്യവും ഇത് തന്നെയായിരിക്കും. എൻ്റെ കലവറക്കാരനായ എൻ്റെ ആത്മാവ് തമ്പുരാനോട് ചോദിക്കും, എല്ലാവരും നല്ലതാദ്യം വിളമ്പി മോശം എടുത്തു വെക്കുമ്പോൾ നീ മോശം സാഹചര്യങ്ങളിലൂടെ, ഉപവാസങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, കഷ്ടതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ നീ ഞങ്ങളെ കടത്തിവിട്ട് ഇത്രയും മനോഹരമായ ഒരു സ്വർഗരാജ്യം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടില്ലേ എന്ന് എൻ്റെ കലവറക്കാരൻ, എൻ്റെ മണവാളനായ തമ്പുരാനോട് ചോദിക്കുന്ന സമയത്ത് കാനായിലെ കല്യാണ വിരുന്ന് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലും മനസ്സിലും പൂർത്തിയാകും. ആ വിവാഹം ശരീരത്തിൽ നടക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ ബൈബിളിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതവിടെയാണ്, അവൻ പറയുന്നത് ചെയ്യുക. വേറെ ഒന്നും അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞ ഒരൊറ്റ കാര്യം, ലുക്ക് അറ്റ് ജീസസ്. അവനെ അനുസരിക്കുക, അവൻ പറയുന്നത് കേൾക്കുക, അവനെ അനുകരിക്കുക. വിപ്ലവം പറഞ്ഞുകൊണ്ടും റോട്ടിൽ പ്രകടനം നടത്തിയും അല്ല ക്രിസ്തീയതയെ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഒരനുസരണക്കേടിൻ്റെ ശിക്ഷയായി ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ നിത്യ ശിക്ഷ ഒരനുസരണത്തിലൂടെ പരിശുദ്ധ അമ്മ അതെടുത്തു കളഞ്ഞെങ്കിൽ, ആദത്തിലൂടെ വന്ന ഒരു അനുസരണക്കേട് തമ്പുരാനിലൂടെ അനുസരണത്തിലൂടെ അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ തലകുനിച്ച് അവൻ്റെ ബലി അവൻ പൂർത്തിയാക്കിയെങ്കിൽ അനുസരണത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിലുള്ള പ്രാധാന്യം ഏറ്റവും വലുതാണ്. അതുകൊണ്ട് അമ്മമാരെ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. കുടുംബത്തിൻ്റെ നാഥ നിങ്ങളല്ലേ? നിങ്ങളിൽ നിന്നാണ് ഈ മാർച്ച് 25-ന് നമ്മൾ മംഗളവാർത്തയിലേക്ക് കടക്കുകയാണ്. നിങ്ങളിൽ നിന്നാണ് മംഗളവാർത്തകൾ ഉയരേണ്ടത്. അറ്റ് ടൈംസ് നിങ്ങൾക്ക് ഗബ്രിയേൽ മാലാഖയുടെ റോളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധ മാതാവിൻ്റെ റോളായിരിക്കാം. നിങ്ങൾക്ക് വചനം കിട്ടുന്നത് വരെ നിങ്ങൾ ഗബ്രിയേൽ മാലാഖ പോലെ നിങ്ങളുടെ മുന്നിൽ വചനം പറയുന്ന അവരിൽ നിന്ന് നിങ്ങൾ ശക്തി സ്വീകരിക്കുക, നിങ്ങളുടെ വചനം ഉൾക്കൊള്ളുക. നിങ്ങളുടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, അച്ഛൻ ഇന്ന് എന്നോട് പറഞ്ഞു, 7000 അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന 700 അമ്മമാരാണ് ഇന്നിവിടെ ഉള്ളത്. ഈ 700 അമ്മമാർ നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വചനം പങ്കുവയ്ക്കുന്ന ഗബ്രിയേൽ മാലാഖമാരായി നിങ്ങൾ മാറണം. ഈ മംഗളവാർത്ത കാലത്തേക്ക് നിങ്ങളെ ഒരുക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് അതിന് ശക്തി തരും. എന്നെ എന്നും സ്പർശിച്ചിട്ടുള്ളൊരു കാര്യം, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഒരുത്തനെ പോലും കൈവിടാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ അമ്മയെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ്. ഇതാ നിന്റെ മകൻ എന്ന് യോഹന്നാനെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് ക്രിസ്തു ശിഷ്യന്മാരോട് തോന്നാനുള്ള ഒരു വലിയ സ്നേഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറയണം. നമ്മുടെ 12 ഡിസൈപ്പിൾസിൽ ജോൺ മാത്രം എന്തുകൊണ്ടാണ് ഒരു ബിലവഡ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ? ബാക്കിയുള്ളവരെയൊന്നും ക്രിസ്തുവിന് ഇഷ്ടമല്ലായിരുന്നു. ക്രിസ്തു സ്നേഹിച്ചിരുന്ന പ്രിയ ശിഷ്യൻ എന്ത് ജോണിനെ പറയാനുള്ള കാരണം എന്താണ്? എന്താ? ഏറ്റവും യങ് ആയിരുന്നു. അപ്പൊ പ്രായമുള്ളവരെ ഈശോയ്ക്ക് ഇഷ്ടമില്ലെന്ന് അർത്ഥമുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ കല്യാണം കഴിച്ചവരോട് ഈശോയ്ക്ക് ദേഷ്യമുണ്ടോ? യോഹന്നാൻ തന്റെ സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു, പത്രോസും പ്രകടിപ്പിച്ചിട്ടില്ലേ? ഒരൊറ്റ ഉത്തരവുള്ളൂ കേട്ടോ ഇതിന്. കേൾക്കുന്നുണ്ടോ? അമ്മയെ ഏൽപ്പിച്ചത് യോഹന്നാനാണ്. പക്ഷെ അതിനു മുമ്പ് എന്തായിരുന്നു യോഹന്നാനോട് ക്രിസ്തുവിനോടുള്ള പ്രത്യേക സ്നേഹം എന്താണെന്ന് ഞാൻ ആധികാരികമായി പറയുന്നതല്ല, പക്ഷെ എങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ മെൽ ഗിബ്സന്റെ സിനിമ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടില്ലേ? ആ മൂവി ചെയ്യുന്നതിന് മുമ്പ് ഒരു ടീമിൻ്റെ റിസർച്ച് ഉണ്ടായിരുന്നു. ആ ടീമിൻ്റെ റിസർച്ചിൽ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ അമ്മ എപ്പോഴൊക്കെ ക്രിസ്തുവിനെ കാണുവാൻ മറ്റു സ്ത്രീകളുടെ ഒപ്പം വന്നാലും ഓടി അമ്മയുടെ അടുക്കലേക്ക് വന്നിരുന്നത് ജോണാണ്. അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത് ജോണാണ്. തൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന ഓരോ കത്തോലിക്കനുമാണ് ക്രിസ്തുവിൻ്റെ ബിലവഡ് ഡിസൈപ്പിൾ. മറ്റുള്ള എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കാം, പക്ഷെ കത്തോലിക്കൻ ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായിരിക്കും. പ്രൈസ് ദി ലോർഡ്.